പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഞങ്ങൾ അച്ഛൻ അച്ചായെന്ന് വിളിച്ചിട്ടാണ് വളർന്നത്. ഇപ്പോൾ ഞങ്ങൾ വിളിക്കണതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും അച്ഛൻ അച്ചായെന്ന് തന്നെയാണ് വിളിക്കാറ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സും ആമിയുടെ ഫ്രണ്ട്സും ആരോമയുടെ ഫ്രണ്ട്സും ഈവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആയാലും അച്ഛനെ അച്ചായെന്നാണ് വിളിക്കാറ്. അപ്പോൾ ഞാൻ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ജനറേഷൻ ആയല്ലോ, എൻ്റെ മോള് അച്ഛനെ അച്ചായെന്ന് വിളിക്കണതാണോ അത് അച്ചാച്ചാന്ന് വിളിക്കണതാണോ ഇഷ്ടം? ഫ്രണ്ട്സ് വരെ മക്കളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ആമിന്ന് പറഞ്ഞ ചെറിയ കുട്ടി അഭിരാമിയുടെ അവളുടെ ഫ്രണ്ട്സ്, എൻ്റെ ആരോമൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ അർച്ചന അവളുടെ ഫ്രണ്ട്സ് ഇവരല്ല. എന്തിന് എൻ്റെ പെണ്ണിൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ അച്ചായെന്ന് വിളിക്കണ. അച്ചായെന്ന് വിളിക്കുള്ളൂ. ഇവർ എല്ലാവരും വിളിച്ചു വളർന്ന് കേട്ടും എല്ലാവരും ഇവർ പിള്ളേർ വിളിക്കണ കേട്ട് അച്ചായ ഇപ്പോൾ ആരോമൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ പിള്ളേർ എല്ലാവരും അച്ചായെന്ന് വിളിക്കുള്ളൂ. അതിൻ്റെ അളിയൻ്റെ കുട്ടികൾ രണ്ടുപേരും വന്നിട്ട് അവരും അച്ചായെന്ന് വിളിക്കുള്ളൂ. എനിക്കിപ്പോൾ അപ്പോൾ എൻ്റെ മോളുടെ മോള് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അച്ചാച്ചാന്ന് വിളിച്ച് പഠിപ്പിച്ചത്. എപ്പോഴും അച്ചാച്ചാന്ന് വിളിക്കുക. അതിലൊരു ഭാഗ്യം അച്ചാച്ചാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ചാച്ചാന്ന് വിളിക്കും. ഇപ്പോൾ ഒരുപാട് അച്ചായനായി മതി. കുറെ ആൾക്കാർ അച്ഛനെ അച്ചാച്ചൻ അപ്പൊ എൻ്റെ മോൾ അച്ചാച്ചാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞേ. പക്ഷേ ആ പേരക്കിടാവിന്റെ മുമ്പിലാണ് വിജയൻ വലിയ കാൽപന്ത് കളിക്കാരനാണ്. പക്ഷെ മുട്ടുമടക്കിയത് അവിടെയാണ്. അത്രേ ഉള്ളൂ. ആ തീർച്ചയായിട്ടും അല്ലേ? അതെ ആ വലിയ പുലിയൊക്കെയാണ്. പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ സംഭവം അത് നമ്മുടെ എന്താ പറയാ, അതൊരു സ്വപ്നമൊക്കെ അല്ലേ, ഒരു പേരക്കുട്ടി ഒരു അപ്പൂപ്പനാവാന്ന് പറഞ്ഞ. അപ്പൂപ്പനായാലും ന്യൂജനായിട്ടാണ് നടക്കണേ വിജയ്. അത് വേറെ കാര്യം. ഒക്കെ വേണോ? പോയോ?